കരവിരുതിന്റെ താളമേളത്തിൽ കസാമിയ ഒരുക്കുന്ന രുചിയുടെ ഇന്ദ്രജാലം ഇനി കരുളായിലും. ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം കസാമിയുടെ സ്വാദ്. കസാമിയ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ബൈപ്പാസ് റോഡ്, കരുളായി. അവർ ബ്രാഞ്ചസ് പൂക്കോട്ടുംപാടം, കാളികാവ്. കടുവയെ പിടികൂടൽ ദൗത്യം നീണ്ടുപോയേക്കുമെന്ന സൂചന. കടുവയെ മയക്കുവെടിവെക്കാൻ ശാന്തമായ അന്തരീക്ഷമാണ് ആവശ്യം. കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് ഭാഗത്ത് ശാന്തമായ അന്തരീക്ഷം ലഭ്യമായില്ലെന്നുമാണ് നിരീക്ഷണം. കടുവയെ മയക്കുവെടിവെക്കാൻ മാത്രമേ കഴിയുകയുള്ളൂവെന്നും വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് നിയമപരമായി സാധ്യമല്ലാത്ത കാര്യമാണെന്നും അധികൃതർ. ദൌത്യസംഘം വ്യാഴാഴ്ച കടുവയെ കണ്ട സ്ഥലം മുതൽ കാൽപ്പാടുകൾ നോക്കി കടുവയ്ക്കായുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ പിടികൂടാനായില്ല. വനം വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിൽ ഒന്നും കടുവയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. മദാരിക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലായി കടുവയുടെ കാൽപ്പാടുകൾ ദൌത്യസംഘം കണ്ടു. തുടർന്ന് പരിശോധിച്ചതിൽ കേരള എസ്റ്റേറ്റ് A1 ഡിവിഷൻ ഭാഗത്തേക്ക് നീങ്ങിയതായിട്ടാണ് വനം വകുപ്പിന്റെ നിഗമനം. ദൌത്യസംഘം കടുവയുടെ സഞ്ചാരമുള്ള ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ തിരച്ചിലിനെ കാര്യമായി ബാധിച്ചു. 6 മണിയോടെ ഇന്നത്തെ ദൌത്യം അവസാനിപ്പിച്ച സംഘങ്ങൾ മടങ്ങി. തുടർന്ന് പാന്ത്ര, സുൽത്താന എസ്റ്റേറ്റ്, കേരള എസ്റ്റേറ്റ്, പാറശ്ശേരി ഭാഗങ്ങളിൽ നൈറ്റ് പട്രോളിംഗ് നടത്തും. കാളികാവ്, കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ ആർത്തല, മഞ്ഞൾപ്പാറ, മദാരിക്കുണ്ട്, സുൽത്താന എസ്റ്റേറ്റ്, കേരള എസ്റ്റേറ്റ് C1, C2, A1, A2 ഡിവിഷനുകൾ, പാറശ്ശേരി, അടയ്ക്കാക്കുണ്ട് 70 ഏക്കർ, 50 ഏക്കർ, പാന്ത്ര ഭാഗങ്ങളിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ പരിസര പ്രദേശങ്ങളിലെ ആളുകൾ പരമാവധി ജാഗ്രത പുലർത്തേണ്ടതും രാവിലെയും വൈകുന്നേരങ്ങളിലും ഒറ്റയ്ക്കുള്ള സഞ്ചാരം പരമാവധി ഒഴിവാക്കണമെന്നും വനം വകുപ്പ് അഭ്യർത്ഥിച്ചു. കടുവയെ പിടികൂടുന്നതിനുള്ള എല്ലാ നടപടികളും ഊർജിതമായി പുരോഗമിക്കുകയാണ്. പൊതുജനങ്ങൾ ദയവായി സഹകരിക്കണമെന്നും വനം വകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.